ആലപ്പുഴ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയായി ഞാനിവിടെ വന്നിട്ട് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ട് ഏതാണ്ടൊരു 2-3 ആഴ്ച ആവുന്നു. ഞാൻ 17-ാം തീയതി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം 2 ദിവസം തിരിച്ചു പോയി, വീണ്ടും തിരിച്ചു വന്ന് 20-ാം തീയതി മുതൽ, അതായത് മാർച്ച് 20 മുതൽ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് സജീവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് 2-3 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആയിട്ട് ബാക്കിയുള്ളൂ. 24-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുകയാണ്. 26-ാം തീയതി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നതിന് ശേഷം ഉണ്ടായ തിരിച്ചറിവുകളെക്കുറിച്ചിട്ടാണ്. ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലവും എൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി, അല്ലെങ്കിൽ 1-2-3 വർഷക്കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ, സമൂഹത്തിലെ അനീതികൾക്കെതിരെയും തെറ്റുകൾക്കെതിരെയും ജനവിരുദ്ധതകൾക്കെതിരെയും അഴിമതിക്കെതിരെയും ഒക്കെ പോരാടിക്കൊണ്ടിരിക്കുകയായി. അപ്പോൾ അങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ജനങ്ങളുമായി ഇടപഴകാനുള്ളൊരു അവസരം ലഭിച്ചിരുന്നില്ല. കാരണം ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്നു, തിരുവനന്തപുരത്തിരുന്ന് വീഡിയോകൾ ചെയ്യുന്നു, ആ വീഡിയോകൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇതായിരുന്നു ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്, അവരുടെ പൾസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ്, കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആദ്യമായി ശ്രമിക്കാൻ പോകുന്നത്. അത് അഭൂതപൂർവമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാനിവിടെ വന്നിറങ്ങിയ ദിവസം മുതൽ ഇന്ന് രാവിലെയുള്ള വരെയുള്ള എൻ്റെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ ദിവസവും ഒരു 10-25-ലധികം ആളുകൾ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ലോക്സഭാ മണ്ഡലവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ ആ എണ്ണം എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അതിലൊന്നും ഞാൻ തർക്കത്തിനൊന്നും മുതിരുന്നില്ല. പക്ഷേ ഒരു 10-25 ആളുകൾ, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ആളുകൾ എന്നെ നേരിട്ട് വന്ന് കണ്ട്, എന്നെ പരിചയപ്പെട്ട്, ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞ്, എൻ്റെ ധൈര്യത്തെയൊക്കെ പ്രശംസിച്ച്, ഞാനെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ പിന്തുണച്ച്, ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന അറിയുമ്പോൾ എന്നെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഞാൻ വന്നിറങ്ങിയ ദിവസം മുതൽ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ വന്ന് എന്നോട് സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ എനിക്ക് വോട്ട് തരും എന്നുള്ള അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ചെയ്ത സമരങ്ങൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ അവരെന്നെ പിന്തുണയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് വളരെ നിർണായകമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാൻ. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താ, മുന്നണികളോടും നേതാക്കന്മാരോടുമുള്ള ഒരു അവേർഷൻ, ഒരു വെറുപ്പ് ജനങ്ങൾക്ക് വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, വോട്ടർമാരെ കാണാനും അവരുമായി പരിചയം പുതുക്കാനും സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് ഓടുന്ന സമയത്ത്, ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ഇങ്ങോട്ട് കണ്ട് ആളുകൾ വന്ന് എനിക്ക് പിന്തുണ തരുന്നു എന്ന് പറയുന്നത്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവ്. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട തിരിച്ചറിവ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ മാസം 29-ാം തീയതി മുതൽ ഒരു പ്രസംഗ പര്യടന പരിപാടി നടത്തിക്കൊണ്ടിരിക്കും. എനിക്ക് പറഞ്ഞ പോലെ വലിയ പണത്തിൻ്റെ പുളപ്പോ പണമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് ഞാനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ മാസം 29-ാം തീയതി ആരംഭിച്ച് അരൂരിൽ നിന്ന് 7 മണ്ഡലങ്ങൾ കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് അരൂരിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഒരു 3-4 പ്രസംഗങ്ങളെങ്കിലും ഞാൻ എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലാണ് പ്രചരണം. ആ പ്രചരണങ്ങൾ ഞാൻ നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്ന പ്രസംഗ പരിപാടികളെല്ലാം തന്നെ സാഗൂതം ജനങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും 10-100 ആളുകൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവരവരെ നിൽക്കുന്ന സ്ഥലങ്ങളിലും ഇരിക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് അവരെൻ്റെ പ്രസംഗം ആദ്യാവസാനം കേൾക്കുകയും
ആ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ കേൾക്കുന്നതിൽ 1% ആളുകൾ എനിക്ക് വന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയും ഉണ്ടായതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള പ്രവർത്തകർ പിന്നെ ഈ നോട്ടീസുകൾ, ആയിരക്കണക്കിന് നോട്ടീസുകൾ ദിവസവും എൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തകർ വിതരണം ചെയ്യുന്നുണ്ട്. ആ നോട്ടീസുകളോടൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. സാധാരണത്തിൽ നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നെ ഒരു നോട്ടീസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ടീസ് അപ്പം തന്നെ തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വലിച്ചെറിയോ കീറിക്കളയോ ചെയ്യുന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള എൻ്റെ അഭ്യർത്ഥന അടങ്ങുന്ന നോട്ടീസ് വളരെ പോസിറ്റീവായിട്ട് ആളുകൾ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവുകളാണ്. ഇനി എനിക്ക് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒന്ന് നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആലപ്പുഴ ജില്ലയിലെ CPMലെ ജീർണതയ്ക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊന്ന്. ആ സമരത്തിൽ ഞാൻ വലിയ വിജയം നേടി എന്നാണ് എനിക്ക് ഇതുവരെയുള്ള തിരിച്ചറിവുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ പാർട്ടി സംവിധാനം എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതിന് ഒന്നിലധികം തെളിവുകൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ UDFും ഇവിടെ BJPയും മത്സരിക്കുന്നുണ്ടെങ്കിലും എനിക്കെതിരെ മാത്രമാണ് ഒരു അപരനെ CPM ഇവിടെ നിർത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്ന എനിക്ക് പകരം ഷാജഹാൻ VA എന്ന് പറഞ്ഞ ഒരു അപരനെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അത് CPM ആണ് നിർത്തിയത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി അവരെന്നെ ഭയപ്പെടുന്നു എന്നാണത് കാണിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രചരണ വാഹനത്തിനെതിരെ ആക്രമണം നടന്നു. എൻ്റെ പ്രചരണ വാഹനം ആലപ്പുഴ ടൗണിൽ വെച്ച് ആക്രമിക്കുകയും എൻ്റെ അനൗൺസറുടെ കോളർ കുത്തിപ്പിടിക്കുകയും അയാളെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ ചെയ്തപ്പോൾ അത് പറഞ്ഞെന്താണെന്നറിയാമോ? പറഞ്ഞത് VS അച്യുതാനന്ദൻ്റെ പേര് പ്രചരണത്തിൽ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. VS അച്യുതാനന്ദൻ്റെ പേര് പ്രചരണത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി കത്തിച്ചു കളയും, ആലപ്പുഴയിൽ നിന്ന് വിട്ടുപോയിക്കൊള്ളണം. ഇതൊക്കെയാണ് CIT എന്ന് പറഞ്ഞ ചില ക്രിമിനലുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് 2-3 സ്ഥലങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾക്കെല്ലാം ഒരു ഐക്യരൂപമുള്ളതെന്ന് വെച്ചാൽ അവിടെ എല്ലാം പറയുന്നത് VSനെ കുറിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായും VSൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്ന പ്രചരണം സ്വാഭാവികമായി എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ VSൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് ആ പേര് ഞാൻ പറയാതെ എനിക്ക് പ്രചരണം നടത്താൻ കഴിയില്ല. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു അസഹിഷ്ണുതയും CPMയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CPMൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള എൻ്റെ പ്രചരണം CPMനെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു എന്നുള്ളത്, അസഹിഷ്ണുത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് CPMൻ്റെ ജീർണതയ്ക്കെതിരായിട്ട് ഞാൻ നടത്തുന്ന പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂല ഘടകമായി മാറും എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം. കായംകുളം നിയോജക മണ്ഡലത്തിൽ പിന്നെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരൂക്ഷമായിട്ടുള്ള ഒരു വിഷയം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ, അവിടെ ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ 2.18 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ അവിടെ വേണ്ടിയിരുന്നിടത്ത് അത് ചെയ്യാതെ അവിടെ ഒരു അടിപ്പാത മാത്രം, GDM ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അടിപ്പാത മാത്രം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കായംകുളത്തെ 2ആയി വെട്ടിമുറിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പിന്നെ ഈ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദേശീയപാതയുടെ കിഴക്ക് വശത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ദേശീയപാതയുടെ കിഴക്ക് വശത്താണ് ഈ കോളേജ്, ഈ പിന്നെ ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ എല്ലാം കിടക്കുന്നത് ദേശീയപാതയുടെ കിഴക്ക് വശത്താണ്. പക്ഷേ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദേശീയപാത വികസനം വരുമ്പോൾ എലിവേറ്റഡ് ഹൈവേ ഇല്ലാത്തതുകൊണ്ട് കിഴക്കോട്ട് വരാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ എടുത്തിട്ടുള്ള നിലപാട്, ആ വിഷയത്തിൽ അവിടുത്തെ ഇരകൾക്ക് വേണ്ടി നിന്ന് പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ആ ഇരകളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും കൂടി, ഒരു തിരിച്ചറിവ് കൂടി എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അണികളുടെ ഇടയിൽ, BJPയുടെ അണികളുടെ ഇടയിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ചില അസ്വസ്ഥതകളുമൊക്കെ എനിക്ക് വലിയ തോതിൽ വോട്ടായി മാറാനുള്ളൊരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് വന്ന് പ്രചരണം കഴിഞ്ഞ് ഒരു 2-3 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്ന ഞാൻ
വലിയ ഒരു നിർണായക ശക്തിയാവാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞപ്പോൾ അന്ത്യഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ നല്ലവരായിട്ടുള്ള വോട്ടർമാർ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കാൻ അവർ സഹായിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്.